അതായത് ഇബ്ലീസ് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ അറ്റാക്ക് ചെയ്യുമ്പം ഇബ്ലീസ് സക്സസ്ഫുൾ ആണെന്ന് ഇബ്ലീസിന് ഇങ്ങനെ മനസ്സിലാവുന്നു അല്ലേ. ഇബ്ലീസ് നമുക്ക് ഓരോ മോശം പോയിന്റ്സ് നമ്മളെ ഉള്ളിൽ ഇട്ട് തരും, അല്ലെങ്കിൽ ഓരോ തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഓരോ ശരിയിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മളെ ഉള്ളിൽ ചിന്തകൾ ഇട്ട് തരും അല്ലേ. പക്ഷെ അത് ഇട്ട് തന്നിട്ട് ഇബ്ലീസിന് സക്സസ്ഫുൾ ആണ്, ഓക്കെ ഇവൻ വഴി തെറ്റിയെന്ന് ഇബ്ലീസിന് തോന്നണം അല്ലേ. അപ്പോഴേ ഇബ്ലീസിന് എന്താവും, വീണ്ടും പുതിയ നമ്പറുകൾ എടുത്ത് വരാൻ പറ്റുള്ളൂ. അപ്പം അതെങ്ങനെയാണ് ഇബ്ലീസ് മനസ്സിലാക്കുന്നത്? ഇബ്ലീസ് ഇടുന്ന ഓരോ പോയിന്റ്സ്, അല്ലെങ്കിൽ ഇബ്ലീസ് നമ്മളെ അറ്റാക്ക് ചെയ്യുമ്പോൾ ആ അറ്റാക്കിൽ ഇബ്ലീസ് എങ്ങനെ സക്സസ്ഫുൾ ആയി എന്ന് ഇബ്ലീസിന് എങ്ങനെ മനസ്സിലാകുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ എന്ന് പറയുന്നത് ഒരുപാടൊന്നും വാരി വലിച്ചൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ. നമുക്കറിയാം പല സംഭവങ്ങളും പല കഥകളും ഈ ഖുർആനിൽ പറഞ്ഞപ്പം നമ്മളൊക്കെ ഇപ്പോൾ ഒരു കഥ വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അത് ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു അല്ലേ. ആ കഥ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാറുണ്ട്, അല്ലെങ്കിൽ ആ കഥ ഇങ്ങനെ നമുക്ക് ഇമാജിൻ ചെയ്യാറുണ്ട്. പക്ഷെ അല്ലാഹ് മിക്കവാറും ഖുർആനിൽ ഏത് ഭാഗത്തും ഏത് കഥകളും ഏത് സംഭവങ്ങളും പറഞ്ഞപ്പോഴും കഥ മുഴുവനായിട്ട് പറയില്ല. അള്ളാഹു ചിലപ്പോൾ 1-2 കാര്യങ്ങൾ പറഞ്ഞു നിർത്തും. അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പിന്നിലുള്ള ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൽ നിന്ന് ഉൾക്കൊള്ളാനുള്ള പാഠം അതേ നമുക്ക് അള്ളാഹു അതിൽ നിന്ന് തരുന്നുള്ളൂ അല്ലേ. അല്ലാണ്ട് കഥ പറഞ്ഞ് നമ്മളെ സുഖിപ്പിക്കാനോ കഥ പറഞ്ഞ് അത് ഇമാജിൻ ചെയ്യിക്കാനോ വേണ്ടിയല്ല. അതേപോലെയാണ് അള്ളാഹുവിൻ്റെ ഓരോ ആയത്തുകളും ഭയങ്കര ഷാർപ്പ് ആൻഡ് പ്രിസൈസ് ആയിരിക്കും. ഇപ്പം നമ്മൾ ഈ കണ്ട സൂറത്തുൽ അറാഫിലെ 17ാമത്തെ ആയത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ കണ്ടു അല്ലേ. ഇബ്ലീസ് നമ്മളോട് പറയാണ് എന്താണ്, ഇബ്ലീസ് എല്ലാ ഭാഗത്തു നിന്നും നമ്മളെ അറ്റാക്ക് ചെയ്യും. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയാണ് വലാ തജിദു അക്സറഹും ഷാകിരീൻ, അവരിൽ അധിക പേരെയും നന്ദിയുള്ളവരായി നീ കണ്ടെത്തുന്നതല്ല. അതായത് ഇബ്ലീസ് അറ്റാക്ക് എല്ലാവരെയും ചെയ്യും അല്ലേ. എല്ലാവരെയും ചെയ്യുമ്പോൾ അവരിൽ അധിക പേരും ഇബ്ലീസ് 4 ഭാഗത്തുനിന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ അവരിൽ അധിക പേരെയും നീ നന്ദിയുള്ളവരായി കണ്ടെത്തുന്നതല്ല. വളരെ ചെറിയൊരായത്താണ്, നമുക്ക് അർത്ഥവും മനസ്സിലായി. പക്ഷെ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല അല്ലേ. അള്ളാഹുവിൻ്റെ വചനങ്ങൾ നമ്മൾ അർത്ഥം കണ്ടു പോകുന്നതും അതെന്താണെന്ന് മനസ്സിലാക്കുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം നമുക്ക് ഈ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് പ്രാവശ്യം സൂറത്തുൽ അറാഫിലെ 10 മുതൽ 17 വരെയുള്ള ആയത്തുകൾ വായിച്ചിട്ടുണ്ടാവും അല്ലേ. ഒരുപാട് പ്രാവശ്യം ഇതിൻ്റെ അർത്ഥവും വായിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതിൽ നിന്ന് ഇത്രയും മനസ്സിലാക്കാനുണ്ടെന്ന് നമ്മളത് കീറി മുറിച്ചപ്പോഴാണ് മനസ്സിലായത് അല്ലേ. ആഴത്തിലിറങ്ങി ഇനിയും ഇതിനപ്പുറത്തേക്കും ഉണ്ടാവും കേട്ടോ, ഒരു പക്ഷേ ഇതിലും കൂടുതൽ മനസ്സിലാക്കിയവരും ഉണ്ടാവും. അപ്പം അങ്ങനെ അതായത് ഈ വലാ തജിദു അക്സറഹും ഷാക്കിരി എന്ന് പറയുമ്പോൾ അവരിൽ അധിക പേരെയും നീ നന്ദിയുള്ളവരായി കണ്ടെത്തുന്നതല്ല. പെട്ടെന്ന് നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഇതിൽ നിന്ന് മനസ്സിലാവുന്നില്ല അല്ലേ. അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഇബ്ലീസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇബ്ലീസിന് നമ്മളെ ആരെങ്കിലും ഒരാളെ അറ്റാക്ക് ചെയ്യാൻ പറ്റിയാൽ, ഇബ്ലീസ് നമുക്ക് എന്തെങ്കിലും ഒരു പ്രലോഭനം ഇട്ട് തന്നിട്ട് ആ പ്രലോഭനത്തിൽ നമ്മൾ വീണ് പോയാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ട് ആ തെറ്റ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ആ തെറ്റ് അല്ലെങ്കിൽ ആ ഒരു അറ്റാക്കിൻ്റെ അവസാനമാകുമ്പോഴേക്ക് നമ്മൾ അള്ളാഹുവിനോട് നന്ദികേടുള്ളവരായി മാറും, നമ്മൾ അള്ളാഹുവിനോട് നന്ദി ഇല്ലാത്തവരായി മാറും എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഇബ്ലീസിൻ്റെ ഒരു ചെറിയൊരു സമയത്തേക്ക് പോലും ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ ആ തെറ്റ് തിരുത്തിയേക്കാം പിന്നീട്. ഓക്കെ, ഇബ്ലീസ് നമ്മളോട് എന്തെങ്കിലും ഇപ്പോൾ ഒരാളെക്കുറിച്ച് നമ്മൾ 2-3 ആൾക്കാർ കൂടി ഏതെങ്കിലും ഒരാളെക്കുറിച്ച് സംസാരിക്കുമ്പം അയാളെക്കുറിച്ച് അവൾ അങ്ങനത്തവളാ അല്ലേ, നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ അത് പറഞ്ഞു കഴിയുമ്പോൾ അവളെക്കുറിച്ച് മോശം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്താവും, ഓക്കെ അത് പറയേണ്ടിയിരുന്നില്ല, അത് തെറ്റായിപ്പോയി നമുക്ക് തോന്നിയേക്കാം. പക്ഷെ ആ ഒരു പറയുന്ന സമയത്ത് നമ്മൾ ഇബ്ലീസിൻ്റെ ട്രാപ്പിൽ പെട്ട് കഴിഞ്ഞു അല്ലേ. അപ്പോൾ ആ ടെമ്പററി ആയിട്ടുള്ള ഒരു സമയത്ത് പോലും നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അള്ളാഹുവിന് നന്ദി കാണിക്കുക എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ, നമ്മളൊരു ഡ്യൂട്ടി, അള്ളാഹുവിനോട് എന്താ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക, നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ള ആ ഒരു ഫ്രെയിമിൽ നിന്ന് നമ്മൾ പുറത്തു പോവുകയാണ്. അതായത് നമ്മൾ എന്താവണ്, പെസിമിസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ദോഷം മാത്രം കാണുന്ന അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസം ഇല്ലാത്തവരായി മാറുക, ദോഷൈക ദൃക്ക് എന്നൊക്കെ പറയുന്ന പോലെ. അതായത് അങ്ങനെ ദോഷൈക ദൃക്കായിട്ടുള്ളവർക്ക് ഒരിക്കലും അള്ളാഹുവിനോട് നന്ദിയുള്ളവരായിട്ടിരിക്കാൻ പറ്റില്ല അല്ലേ. നന്ദിയുള്ളവരാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അള്ളാഹുവിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ നടന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവരായിരിക്കണം അല്ലേ. നമുക്ക് ചീത്ത കാര്യങ്ങൾ മാത്രം ചിന്തിച്ചിട്ട് ഒരിക്കലും നന്ദിയുള്ളവരായിരിക്കാൻ പറ്റില്ല അല്ലേ. അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. എന്നാലും അള്ളാഹുവിനോട് ഇത് ചെയ്തില്ലേ, അള്ളാഹു അത് ചെയ്തില്ലേ, എൻ്റെ ജീവിതം ഇങ്ങനെ കുട്ടിച്ചോറാക്കിയില്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് അൽഹംദുലില്ലാ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അൽഹംദുലില്ലാ വരണമെങ്കിൽ നമ്മൾ ഫുൾ നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ ഒരിക്കലും അൽഹംദുലില്ലാ അല്ലെങ്കിൽ ഹംദുള്ളവരായിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. അപ്പം നമ്മൾ ഹംദുള്ളവരായിരിക്കണമെങ്കിൽ എന്തായിരിക്കണം, അല്ലെങ്കിൽ റിയൽ അൽഹംദുലില്ലാ നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം
കിട്ടണമെങ്കിൽ നമ്മളെല്ലാം അള്ളാഹു നമ്മളെ ജീവിതത്തിൽ ചെയ്തു തന്ന നല്ല കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കണം അല്ലേ. അള്ളാഹു നമ്മളെ ജീവിതത്തിൽ നിന്ന് ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, നമ്മളൊരു ഒരൊറ്റ വിരൽ ഒടിഞ്ഞിരുന്നെങ്കിൽ വലത് കയ്യിൽ ഒരൊറ്റ വിരൽ ഒന്ന് മടങ്ങിയിട്ടാണെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ. നമ്മൾ ഒരൊറ്റ ശ്വാസം നമുക്ക് സ്കിപ്പായാലും, ഒരൊറ്റ ഹാർട്ട് ബീറ്റ് നമ്മൾ സ്കിപ്പായാലും നമ്മൾ തീർന്നു അല്ലേ, നമ്മൾ മരിച്ചു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് കിടന്നിടത്തുനിന്ന് എഴുന്നേക്കാൻ പറ്റൂല്ലെങ്കിൽ, നമുക്ക് ബാത്റൂമിൽ പോയിട്ട് നമുക്ക് ചെയ്യുന്ന വിസർജന ഒക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റൂല്ലെങ്കിൽ നമ്മളെ കാര്യം എന്തായാലും ഇതൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് നമ്മളെ ജീവിതത്തിൽ നടക്കുന്നത് കൊണ്ടാണ്. ഈ അറിവുകൾ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇത്രയും നമ്മളെ തിരുത്താൻ പറ്റില്ലായിരുന്നു, ഇത്രയും ഇബാദത്തുകൾ കൂടുതൽ ചെയ്യാൻ പറ്റൂലായിരുന്നു അല്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് അള്ളാഹു ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളാണ് നമ്മളെ ഉള്ളിൽ നമുക്ക് കൊണ്ടുവന്ന് തന്നത്. അതൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മളെ ഉള്ളിൽ നിന്നും എന്താവും, അൽഹംദുലില്ലാ അല്ലേ, നമ്മൾ നന്ദിയുള്ളവരായിട്ട് മാറും. പക്ഷെ നെഗറ്റീവ് ചിന്തിക്കുമ്പോൾ എന്താവും, നേരെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് മാറും അല്ലേ. അപ്പം നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് നല്ലത് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ഫേവറുകൾ, അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അള്ളാഹുവിനെ എന്താക്കാൻ തോന്നില്ല, അനുസരണക്കേട് കാണിക്കാൻ തോന്നില്ല അല്ലേ. നമ്മളത് ചിന്തിച്ചുകൊണ്ടിരിക്കുക, അള്ളാഹു ഇങ്ങനെ ചെയ്ത് തന്നിട്ടല്ലേ, അൽഹംദുലില്ലാ, അള്ളാഹു എനിക്ക് ഈ സൗകര്യങ്ങളൊക്കെ തന്നിട്ടില്ല, അള്ളാഹു എനിക്ക് ഇത്ര നല്ല മക്കളെ തന്നിട്ടില്ല, ഇത്ര ഭർത്താവിന് തന്നിട്ടില്ല, ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും ദോഷമായിട്ട് എന്തെങ്കിലും തന്നെന്ന് വിചാരിക്കാം, മറ്റുള്ളവർക്ക് ഉള്ള എന്തെങ്കിലും നമുക്ക് തന്നിട്ടില്ല എന്ന് വിചാരിക്കാം, അതും ഒരു പക്ഷേ നമ്മളെ ജീവിതത്തിൽ ഹൈറിനാണ് അല്ലേ. ഒരു പക്ഷേ എന്നല്ല, അള്ളാഹു നമുക്ക് നമ്മളെ ജീവിതത്തിൽ തരുന്ന എല്ലാം നമുക്ക് ഹൈറിനാണ് അല്ലേ. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലേ, അൽഹംദുലില്ലാ, അന്ന് എനിക്ക് ആ ഇത് തരാഞ്ഞത് നന്നായി, അതുകൊണ്ട് ഞാൻ ഇന്ന് ആ പരീക്ഷണങ്ങളിലൂടെ വന്നതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നു അല്ലേ. അങ്ങനെ മനസ്സിലാക്കിയവർ നമ്മളുടെ ഇടയിൽ എല്ലാവർക്കും ഉണ്ടാകും ജീവിതത്തിൽ അങ്ങനത്തെ അനുഭവങ്ങൾ. അന്ന് നമ്മൾ വിഷമാന്ന് വിചാരിച്ച കാര്യം നമ്മളെ ജീവിതത്തിൽ ഒരുപാട് നല്ലതായിട്ട് പിന്നീട് മാറിയതില്ലേ. അപ്പം അങ്ങനെയൊക്കെ അള്ളാഹുവിനെ കുറിച്ച് നല്ലത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അള്ളാഹുവിനെ കുറിച്ച് പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അനുസരണക്കേട് കാണിക്കാൻ പറ്റൂല അല്ലേ. വേറൊരു വാക്കിൽ പറയുകയാണെങ്കിൽ, നമ്മൾ അനുസരണക്കേട് കാണിക്കുന്നവരാണെങ്കിൽ നമുക്ക് അള്ളാഹുവിനോട് അള്ളാഹുവിനോട് നന്ദിയുള്ളവരായിരിക്കാൻ പറ്റൂല അല്ലേ. അത് നന്ദിയുള്ളവർ അനുസരണക്കേട് കാണിക്കില്ല, അനുസരണക്കേട് കാണിക്കുന്നവർ എന്ന് പറയുന്നവർ ഒരിക്കലും നന്ദിയുള്ളവരായിരിക്കില്ല. അള്ളാഹുവിനോട് അനുസരണക്കേടെന്ന് പറയുന്നത് എന്താ, നമ്മൾ ഇബ്ലീസിനെ അനുസരിക്കലാണല്ലേ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളൊരു ടെമ്പററി ആയിട്ട് ഒരു നിമിഷത്തേക്കെങ്കിലും ഇബ്ലീസിനെ അനുസരിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിനെ അനുസരിക്കാതിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന ആ ഒരു ഇതിൽ നിന്ന് നമ്മൾ പുറത്തു പോവുകയാണല്ലേ. നന്ദി കാണിക്കുന്നതിൽ നിന്ന് പുറത്തു പോവുക എന്ന് പറയുന്നത് എന്താണ്, അഹങ്കാരമാണല്ലേ. ഇബ്ലീസിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്, അഹങ്കാരമാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഒരു ആയത്തിലൂടെ നമ്മളോട് എന്താ പറയുന്നത്, അഹങ്കാരത്തിനുള്ള സൊല്യൂഷനാണ് എന്ത്, നന്ദിയുള്ളവരായിരിക്കുക എന്ന്. കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ, ഒരു 3-4 വാക്കുള്ള ഒരായത്ത് മാത്രമാണത്, അല്ലെങ്കിൽ ഒരായത്തിൻ്റെ ഒരു പീസാണത്, ഒരു ഹാഫ് അല്ലെങ്കിൽ ഒരു ക്വാർട്ടർ, ഒരു പകുതി, 1/4 ഭാഗം മാത്രമാണത്, അതിലും വെറും 4 വാക്കുകളുള്ളൂ. പക്ഷെ അത് ഇത്രയൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾക്ക് ആ നന്ദിയും അനുസരണക്കേടും ഇബ്ലീസിനെ അനുസരിക്കലും എല്ലാം, അഹങ്കാരം എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ഒരുപാട് മാറാനുള്ള ഒരു സ്കോപ്പ് ആ ഒരു കഷ്ണമായത്തിൽ വരെ ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ വിചാരിക്കും, ഇപ്പോൾ ഇബ്ലീസ് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ടെംപ്റ്റേഷൻ തരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യിക്കാൻ തോന്നിക്കുമ്പോൾ ഇബ്ലീസ് തോന്നിച്ച മാതിരിയാ, ഇതൊന്നും വലിയ പ്രശ്നമില്ല, എല്ലാവരും ചെയ്യുന്നതാണ് എന്നൊക്കെ നമ്മളെ ഉള്ളിൽ തോന്നുന്നത് വഴി നമ്മൾ എന്താ ചെയ്യുന്നത്, അള്ളാഹുവിനോട് ആത്മാർത്ഥത നമ്മൾ തന്നെ വിചാരിക്കുമോ എനിക്ക് അള്ളാഹുവിന് ഭയങ്കര വിശ്വാസമാണ്, അതാണ് ഇതാണ്, എന്നിട്ട് അതിൻ്റെ കൂടെ വിചാരിക്കും ഇതൊക്കെ അള്ളാഹുവിന് മനസ്സിലായി, ചെറിയ തെറ്റൊന്നും ചെയ്യുന്നത് അള്ളാഹുവിന് കുഴപ്പമൊന്നുമില്ല നമുക്ക് തോന്നൂലേ. പക്ഷെ നമ്മളവിടെ ശരിക്കും എന്താ ചെയ്യുന്നത്, അള്ളാഹുവിനോടുള്ള ആത്മാർത്ഥതക്കേട്, നന്ദികേട് അല്ലേ. അള്ളാഹുവിൽ നമുക്കുള്ള വിശ്വാസത്തിന് അതിന് വരെ നമ്മളവിടെ ഒരു സ്റ്റോപ്പ് ഇടുകയാണ്. ഇബ്ലീസിന് ആ ഒരു പോയിന്റിലെങ്കിലും നമ്മൾ അനുസരിക്കുമ്പോൾ അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് അള്ളാഹുവിനോട് നന്ദി ഉണ്ടെന്ന് പറയാൻ നമുക്ക് ഒരു വകുപ്പും ഇല്ല അല്ലേ. അങ്ങനെ എന്തെങ്കിലും ഒരു വഴിയിൽ ഇബ്ലീസിന് ഒരു പോയിന്റിലെങ്കിലും, ഒരു മിനിറ്റ് നേരത്തെങ്കിലും അള്ളാഹുവിനോട് നമ്മളെ കൊണ്ട് അള്ളാഹുവിന് അനുസരണക്കേട് കാണിപ്പിക്കാൻ പറ്റിയാൽ അവിടെ എന്തായി, ഇബ്ലീസ് സക്സസ്ഫുള്ളായി. അതായിരുന്നു നമ്മളെ ക്വസ്റ്റ്യൻ അല്ലേ. ഇബ്ലീസ് എങ്ങനെയാണ് നമ്മൾ സക്സസ്ഫുൾ ആണെന്നും, അല്ലെങ്കിൽ ഇബ്ലീസ് ചെയ്യുന്ന ആ ഒരു അക്രമം സക്സസ് ആണെന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, നമ്മളെ കൊണ്ട് അള്ളാഹുവിനോട് നന്ദികേട് കാണിപ്പിക്കുക വഴിയാണ്.
അപ്പോൾ നമ്മൾ പറഞ്ഞു ഇബ്ലീസിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് അഹങ്കാരമാണ്. അപ്പോൾ അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് അഹങ്കാരത്തിനുള്ള സൊല്യൂഷനാണ് എന്ത്? അള്ളാഹുവിനോട് നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളത്, അല്ലേ? എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളത്. ഓക്കെ, ശരിക്കും സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനെ ഇപ്പം ഇബ്ലീസ് ഇതുപോലൊരു ടെംപ്റ്റേഷനൊക്കെ തന്നിട്ട് നമ്മളത് എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ തോന്നിപ്പിച്ചിട്ട് നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ എന്താ പറയുക പറയുന്നത്, കുഴപ്പമില്ല, അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ തന്നിട്ടുണ്ടാവും, അതൊന്നും സാരില്ല, ഇപ്പോൾ തൽക്കാലത്തേക്ക് അങ്ങ് മറന്നേക്കാം, അല്ലെങ്കിൽ അള്ളാഹു ചിലപ്പോൾ ശിക്ഷിക്കുമായിരിക്കും, അതൊന്നും സാരില്ല, അല്ലേ? എല്ലാവരും അവനോട് ചോദിച്ചു നോക്കും ഇങ്ങനത്തെ തെറ്റുകൾ ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ല, എപ്പോഴും ഞാൻ കോമൺ ആയിട്ട് എടുക്കുന്ന ഒരു എക്സാമ്പിളാണ് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്നത്, അല്ലേ? ആ സംസാരിക്കുന്ന ആ ഒരു പോയിന്റിൽ ഇബ്ലീസ് തരുന്ന ആ ഒരു ടെംപ്റ്റേഷനിൽ നമ്മളെല്ലാവരും പെട്ടുപോകും. ആ നിമിഷം നമ്മളെ ഉള്ളിൽ നമ്മൾ പോലും കേട്ടില്ല എന്നടിക്കുന്ന ഒരു വോയിസ് ഉണ്ട്. ആ വോയിസ് നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കുഴപ്പമില്ല, അള്ളാഹു ചിലപ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ തന്നിട്ടുണ്ടാകും, അതൊന്നും നമുക്ക് പ്രശ്നമില്ല, അല്ലെങ്കിൽ അള്ളാഹു ചിലപ്പോൾ ഇതിന് ശിക്ഷിക്കുമായിരിക്കും, അത് നമുക്ക് പ്രശ്നമില്ല. അതെന്താണത്? അഹങ്കാരം, അല്ലേ? ഇത്രയും പവറുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മേലേക്ക് ഞാൻ പറക്കാന്നുള്ളൊരു അഹങ്കാരം, അല്ലേ? അള്ളാഹുവിൻ്റെ ശിക്ഷ എനിക്ക് പ്രശ്നമില്ല എന്നുള്ളൊരു അഹങ്കാരം, അല്ലേ? അത് ആരാണ്? ഈ അഹങ്കാരം എന്ന് പറയുന്നത് ആരാണ്? ഇബ്ലീസാണല്ലേ. അതിനുള്ള സൊല്യൂഷൻ എന്താണ്? അള്ളാഹുവിനോട് നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളത്, അല്ലേ? അള്ളാഹു വെറും 4 വാക്കുകൾ കൊണ്ട്, ഒരു ആയത്തിൻ്റെ ഒരു ചെറിയ കഷ്ണം കൊണ്ട് നമ്മളോട് പറഞ്ഞു വെച്ച കാര്യമാണത്. എത്ര ഡെപ്ത് ഉണ്ടായിരുന്നെന്നൊന്ന് ആലോചിച്ച് നോക്ക്. എത്ര മണിക്കൂറുകൾ ചിന്തിച്ചാലും തീരാത്തത്ര ആഴം ഉണ്ടാകും 4 വാക്കുകൾക്ക്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇബ്ലീസിന് അറിയാം, നമ്മൾ നന്ദിയുള്ളവരായിരിക്കുന്നിടത്തോളം കാലം ഇബ്ലീസിന് നമ്മളെ കിട്ടൂല. നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങളെക്കുറിച്ച്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജീവിതത്തിൽ തന്ന ഫേവറുകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നിടത്തോളം കാലം ഇബ്ലീസിന് നമ്മളെ കിട്ടൂല. നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുന്നിടത്തോളം കാലം ഇബ്ലീസിന് നമ്മളെ കിട്ടൂല. നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ഹോപ്പ്ഫുൾ ആയിരിക്കും, അതായത് നമ്മളെ തെറ്റുകൾ അള്ളാഹു പൊറുക്കും, അല്ലെങ്കിൽ നമ്മളെ കൂടുതൽ ഹിദായത്തിലേക്ക് അള്ളാഹു നമ്മളെ നയിക്കും. അള്ളാഹുവിനെ കുറിച്ച് നല്ലത് മാത്രം നമ്മൾ ചിന്തിക്കുന്നിടത്തോളം കാലം ഇബ്ലീസിന് നമ്മളെ കിട്ടൂല. അപ്പോൾ ഇബ്ലീസിന് എന്താ വേണ്ടത്? അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ മോശം ചിന്തിക്കണം, അല്ലേ? ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ, അതായത് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുഴപ്പമില്ല, അള്ളാഹ് ചെയ്ത അനുഗ്രഹങ്ങളൊന്നും കുഴപ്പമില്ല, അല്ലെങ്കിൽ അള്ളാഹ് ശിക്ഷിക്കുന്നൊക്കെ നമുക്കറിയാം, നമുക്ക് പ്രശ്നമില്ല, അങ്ങനെയുള്ള ഒരു അഹങ്കാരം, അങ്ങനെയുള്ള ഒരു നന്ദികേട് നമ്മളെ ഉള്ളിലിട്ടിട്ടാണ് എന്താക്കുന്നത്? ഇബ്ലീസ് നമ്മളെ സക്സസ്ഫുൾ ആക്കുക, അല്ല, ഇബ്ലീസ് സക്സസ്ഫുൾ ആവുന്നു, അല്ലേ? നമ്മളെ നമുക്കെതിരെ ഇബ്ലീസ് ചെയ്യുന്ന അറ്റാക്കിൽ ഇബ്ലീസ് സക്സസ്ഫുൾ ആവുന്നത് ഇങ്ങനെയാണ്. അള്ളാഹുവിനെ കുറിച്ച് നമ്മളെ കൊണ്ട് മോശം ചിന്തിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ നന്ദികേട് കാണിച്ചിട്ട്. ഓക്കെ, അതായത് ഒരു മനുഷ്യനും അള്ളാഹുവിനോട് നന്ദിയുള്ളവരായിരിക്കുകയും അതേസമയം അനുസരണക്കേട് കാണിക്കുകയും ചെയ്യാൻ പറ്റൂല. അത് എഴുതി അടിയിൽ വരയിട്ട് വെച്ചോ. നമ്മൾ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യുന്നത് ഇബ്ലീസിനെ അനുസരിക്കുക, അതുവഴി അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുക. അള്ളാഹുവിന് അനുസരണക്കേട് കാണിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അള്ളാഹുവിന് നന്ദി ഉള്ളവർക്ക് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ആ സമയത്തേക്ക് നമ്മൾ അള്ളാഹുവിനോടുള്ള നന്ദി മറക്കുകയാണ്, ഹംദ് നമ്മൾ മറക്കുകയാണ്. ഹംദ് മറക്കുക എന്ന് പറയുന്നത് നമ്മൾ അഹങ്കാരികളായി മാറുകയാണ്. ഇബ്ലീസിൻ്റെ അജണ്ട അതാണ്, നമ്മൾ അതിനകത്ത് പെട്ടുപോവുകയാണ്. ഓക്കെ, ഇതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആരാധനയിലും